പ്രിയമുള്ളവരെ, ബദ്ലേഹേമിലേക്കുള്ള ഈ യാത്രയിൽ നമ്മൾ 10-ാം ദിവസം എത്തിയിരിക്കുന്നു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം, ഇങ്ങനെ ഒരു യാത്രയിൽ നമ്മളെ കൂട്ടിച്ചേർത്തതിന്. ഇന്നത്തെ നമ്മൾ ധ്യാനിക്കുന്ന ചിന്ത കുടുംബജീവിതത്തില് സഹനം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നതിനെ കുറിച്ചാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു പാട്ടിന്റെ വരികൾ വന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്നേഹം സഹനമാണെന്നു ഞാൻ കാണുന്നു, സ്നേഹം മരണമാണെന്നു ഞാൻ അറിയുന്നു, ചങ്കും ചോരയുമേകുന്നു, സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സഹനം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ നിറവിലായിരുന്നാൽ മാത്രമേ അതിന് സൗന്ദര്യമുള്ളൂ. സ്നേഹമില്ലാതെ സഹിക്കുന്നതിനെ സഹനമെന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ആ സഹനത്തിൽ എപ്പോഴും ഒരു പിറുപിറുക്കലുകളും കുറ്റപ്പെടുത്തലും ഒരു അസഹിഷ്ണുതയും ഒരു സംതൃപ്തിയില്ലായ്മയുണ്ട്. സ്നേഹത്തിലുള്ള സഹനം എന്ന് പറയുന്നത് അതിന് സഹനം എന്ന് വിളിക്കേണ്ട, അത് സ്നേഹം തന്നെയാണ്. അത് സ്നേഹം സമം മരണം എന്ന് പറയുന്നത്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്നേഹത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഗുരു ഈശോയാണ്. ലോകത്തിൽ ഒരുപാട് ഗുരുക്കന്മാര് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഈശോ സ്നേഹത്തെ നിർവചിച്ചതുപോലെ, ഡിഫൈൻ ചെയ്തതുപോലെ ഈ ലോകത്തിൽ ആരും സ്നേഹത്തെ നിർവചിച്ചിട്ടില്ല. എന്താണ് ഈശോ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത്? സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയിടുന്നതിനേക്കാൾ വലിയ സ്നേഹം. അപ്പോ ആ, സ്വയം ഇല്ലാതായി തീരുന്നതാണ് സ്നേഹം. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണല്ലോ. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വയം ഇല്ലാതാകുക, സ്വയം മരിക്കുക. സ്വയം മരിച്ച ഒരാൾക്ക് പിന്നെ സഹനമല്ല, എല്ലാം സ്നേഹമാണ്. നമ്മള് മാർത്തോമാ ശ്ലീഹയുടെ ആൾക്കാരാണ്. മാർത്തോമ പറഞ്ഞത് എന്താണ്? നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. സത്യത്തിൽ കുടുംബജീവിതം ഒരു സ്വയം മരിക്കാനായിട്ട് ഒരാൾ തയ്യാറാകുന്നു. അങ്ങനെ തയ്യാറായി കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരാൾക്ക് പിന്നെ സഹനമല്ല, സ്നേഹമാണല്ല. സഹനം എന്ന് പറയുന്ന വാക്ക് പ്രത്യേകിച്ച് ഉപയോഗിക്കേണ്ടി വരില്ല. അത് വളരെ സന്തോഷത്തോടെ അദ്ദേഹം അതിനെ സ്വീകരിക്കും. വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. ഞാൻ ഒരു ഒരു സംഭവം ഓർക്കുകയാണ്. ഒരച്ഛൻ പങ്കുവെച്ചൊരു സംഭവം. അച്ഛൻ ഇങ്ങനെ കുമ്പസാരക്കൂട്ടില് ഇരിക്കുമ്പോൾ ഒരു 45 വയസ്സുള്ള ഒരു സ്ത്രീ വന്ന് കുമ്പസാരിക്കുന്നു. ആ സ്ത്രീക്ക് വേണ്ട ഉപദേശങ്ങളും ആവശ്യം വേണ്ട ആ, പരിഹാര കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അച്ഛൻ പാവമോചനം നൽകുന്നു, ആശീർവദിച്ച് ആ സ്ത്രീയെ അയക്കുന്നു. പിന്നീട് അച്ഛൻ നോക്കുമ്പോൾ കുമ്പസാരിക്കാനായിട്ട് ആരുമില്ല. എങ്കിലും അച്ഛൻ കുറച്ചു നേരം കണ്ണടച്ച് കുമ്പസാരക്കൂട്ടിൽ ഇങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ അങ്ങ് പോയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു 50 വയസ്സോളം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ കുമ്പസാരക്കൂട്ടിന്റെ അവിടെ വന്ന് മുട്ടി. അച്ഛൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരാൾ കൂടി കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നു. അച്ഛൻ കുമ്പസാരിച്ചോളാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നേരത്തെ കുമ്പസാരിച്ചിട്ട് പോയ ആ സ്ത്രീക്ക് അച്ഛൻ എന്ത് പാവമോചനമാണ് കൊടുത്തത്? അപ്പൊ അത് അച്ഛന് വല്ലാത്തൊരു അത്ഭുതമായി. ഇങ്ങനെ ചോദിക്കുന്ന ഒരു മനുഷ്യനെ ആദ്യമായിട്ട് കേൾക്കുകയാണ്, കാണുകയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എന്തുവാ വിചാരിക്കുന്നത്? കുമ്പസാരക്കൂട്ടിൽ വന്നിട്ട് തമാശ പറയുന്നു? അങ്ങനെ വേറൊരാൾക്ക് കൊടുത്ത പാവമോചനം അല്ലെങ്കിൽ പാവപരിഹാരം, പ്രായച്ചിത്തം ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത്? ചോദിക്കുന്നത് തന്നെ തെറ്റല്ലേ? നിങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കാൻ കൊള്ളില്ല. അച്ഛൻ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു, അല്ല അച്ഛാ, എനിക്ക് അത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ക്ഷുഭിതനായി. അച്ഛൻ പറഞ്ഞു, കത്തോലിക്ക സഭയുടെ കുമ്പസാരത്തെ കുറിച്ച് എന്താ നിങ്ങൾ വിചാരിച്ചത്? ഇങ്ങനെയാണോ വരുന്നത്? അച്ഛൻ ദേഷ്യപ്പെട്ടു. ദേഷ്യപ്പെട്ടപ്പോ ഈ മനുഷ്യൻ അച്ഛനോട് വളരെ സൗമ്യതയോടെ
നിറഞ്ഞ കണ്ണുകളോടുകൂടി പറയുകയാണ്, അച്ഛാ, അതെന്റെ ഭാര്യയാണ്. അപ്പൊ അച്ഛൻ വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യയാണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രായച്ചിത്തം പറയണോ? അതല്ല അച്ഛൻ, കഴിഞ്ഞ 4 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ അവളുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയി. അച്ഛൻ അവളോട് പറഞ്ഞ പ്രായച്ചിത്തം ഒന്നും അവൾ കേട്ടിട്ടില്ല. അവൾക്ക് വേണ്ടി പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അച്ഛൻ പുതിയതായതുകൊണ്ട് അച്ഛൻ അറിയില്ല. നേരത്തെ വന്ന അച്ഛന്മാരുള്ള ഞാൻ ഇതുപോലെ ചോദിക്കുമായിരുന്നു. അവൾക്ക് വേണ്ടി ഞാൻ പ്രായച്ചിത്തം ചെയ്യുമായിരുന്നു. പ്രിയമുള്ളവരെ, അച്ഛന്റെ കണ്ണ് അറിയാൻ തുടങ്ങി. എൻ്റെ ഭാര്യയുടെ ഒരു കുറവ്, അതെന്റെ കുറവാണ്, ഞാനാണത് പരിഹരിക്കേണ്ടത് എന്ന് വിശ്വസിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിക്കാൻ കൈനീട്ടി നിൽക്കുന്ന ഒരു ഭർത്താവ്. ഇവിടെയാണ് കുടുംബജീവിതത്തിന്റെ സമ്പന്നത എന്ന് പറയുന്നത്. അവിടെ കുറവുകളില്ല, അവിടെ നിറവുകൾ മാത്രമേ ഉള്ളൂ. അവിടെ സഹനമല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സ്നേഹത്തിന്റെ നിറവിലായിരിക്കുമ്പോൾ പിന്നെ അത് എൻജോയ് ചെയ്യാണല്ലോ. പ്രിയമുള്ളവർ, ഇതാണ് കുടുംബജീവിതത്തിൽ നമ്മളോട് എല്ലാവരോടും ഈശോ ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ നമുക്ക് നൽകിയിരിക്കുന്ന വചനം മത്തായി 2:14. അവൻ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി. ഔസേപ്പിതാവ് അങ്ങനെ പോകാനായിട്ടുള്ള ഒരു കാരണം നമുക്കറിയാം. പെട്ടെന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നീ കൊച്ചിനെയും കൂട്ടി അങ്ങ് പോകണം. ഔസേപ്പിതാവിന്റെയൊക്കെ ജീവിതം നമ്മൾ ധ്യാനിച്ചാൽ ചോദിക്കാമായിരുന്ന ചോദ്യങ്ങൾ ഒന്നും ചോദിക്കാത്ത ഒരു ഭർത്താവാണ്. വേണമെങ്കിൽ ചോദിക്കാമായിരുന്ന പല ചോദ്യങ്ങളുണ്ട്. എന്തുമാത്രം ഞാൻ ഔസേപ്പിതാവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്നത്, പല ചോദ്യങ്ങളും ഔസേപ്പിതാവിനെ ചോദിക്കും, പക്ഷെ ഒന്നും ചോദിക്കുന്നില്ല, നിശബ്ദം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. ഔസേപ്പിതാവിനോട് പ്രത്യേകിച്ച് ഒരു ആലോചനയില്ല. മംഗളവാർത്തയ്ക്കെല്ലാം മാതാവിനാണ് കിട്ടുന്നത്. ഔസേപ്പിതാവ് ഇതെല്ലാം സ്വീകരിക്കാനായിട്ട് വിധിക്കപ്പെട്ട ഒരാളെപ്പോലെ നിൽക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, ഇതൊക്കെ എന്നോടും കൂടി ഒന്ന് പറയാൻ പറഞ്ഞു. ഞാനും ഇതിന്റെ അകത്തുള്ള ഒരാളല്ലേ. എന്നെയും കൂടി സഹായം ആവശ്യമുണ്ടെങ്കിൽ ആദ്യമായി ഒരു പ്ലാനിംഗ് ഒക്കെ നടത്തുമ്പോൾ എന്നെയും കൂടി ഒന്ന് അറിയിക്കാമല്ലോ. നമ്മൾ പലരും ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാ കുടുംബജീവിതത്തിലേക്ക്. ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോടൊക്കെ. ഞാനിവിടുത്തെ ആരുമില്ലേ? ഇത് എനിക്കിവിടെ ഒരു സാധനമില്ലേ? ഇത് എന്നോടൊന്ന് പറഞ്ഞുകൂടെ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുന്നവരാ. ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ചോദിക്കുന്നവരാ. ഔസേപ്പിതാവിനെ നമ്മൾ എടുക്കുമ്പോൾ ചോദിക്കാമായിരുന്ന ചോദ്യങ്ങൾ പോലും ചോദിച്ചില്ല എന്നുള്ള വളരെ നിശബ്ദമായിട്ട്, അതിനെ സഹനമൊന്നും വിളിക്കാൻ എനിക്ക് തോന്നണില്ല. അതിനെ സ്നേഹമൊന്നും വിളിക്കാനാ തോന്നുന്നത്. അവിടെ പരാതികളില്ല, പിറുപിറുക്കലില്ല, ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. കൊച്ചിനെയും അമ്മയും എടുത്ത് പോകാൻ പറഞ്ഞു, പോവാണ്. ഇതാണ് കുടുംബജീവിതത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ നേരം എൻ്റെ സമയം തീരുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ആ, അതെ, ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 40 വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച ഒരു ദമ്പതികളുടെ ഒരു ഒരു കുഞ്ഞു വീഡിയോ അവരെനിക്ക് അയച്ചു തന്നു. 40 വർഷമായി, രണ്ടുപേർ റിട്ടയർഡായി. ഒരാള് എറണാകുളത്തെ വലിയൊരു സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർഡ് ആയ ഒരാള്, ആം, മറ്റൊരാള് ഫാക്ടറിയിൽ ഉദ്യോഗസ്ഥനായിരുന്നിരിക്കെ റിട്ടയർഡ് ഒരാള്. അപ്പൊ ഇവരോട് രണ്ടുപേരോടും വാർഷികാഘോഷത്തിനിടയ്ക്ക് ചോദിക്കുകയാണ്, എന്താണ് പുതിയ തലമുറയോട് നിങ്ങൾക്ക് പറയാൻ? അപ്പൊ ഈ റിട്ടയർഡ് ആയ ഈ ടീച്ചർ പറയുമായിരുന്നു, എനിക്ക് പറയാനുള്ളത്, തോൽക്കാൻ മനസ്സുള്ളവർക്കാണ് കുടുംബജീവിതം, തോൽക്കാൻ മനസ്സുള്ളവർക്കാണ് കുടുംബജീവിതം. എന്നിട്ട് അവർ കൂട്ടിച്ചേർത്തു, തോൽക്കണമെങ്കിൽ സഹിക്കാനും പൊറുക്കാനുള്ള മനസ്സ് വേണം, അതിന് ഏറ്റവും പ്രധാനം സ്നേഹമാണ് വേണ്ടത്. അപ്പം എപ്പം നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറാകുന്നു, എപ്പം നമ്മൾ ഒരു സഹനം സ്വീകരിക്കാൻ തയ്യാറാകുന്നു, അപ്പൊ തൊട്ട് കുടുംബജീവിതം ഉയരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് വരാം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന പങ്കാളിയുടെ കുറവുകൾ, അത് സഹനമായിട്ടൊന്നും എടുക്കണ്ട, സ്നേഹമായിട്ട് സ്വീകരിക്കുക.
അതപ്പോ ഭാരം ഉണ്ടാവില്ല. തൻ്റെ അനിയനായിട്ടുള്ള 3 വയസ്സുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന 6 വയസ്സുകാരി, 3 വയസ്സുകാരൻ അനിയന് നല്ല വണ്ണമുണ്ട്, അവൻ നല്ല തക്കുടുക്കുട്ടനായിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ നേരത്ത് ഇവളിങ്ങനെ തെന്നി തെന്നി പോകുന്നുണ്ട്. വഴിയിലൂടെ തൊട്ടടുത്ത വീട്ടിലെ ആന്റി നടന്നു പോകുമ്പോ ആന്റി ഇവളോട് പറയുന്നുണ്ട്, കുഞ്ഞെ, എന്തൊരു കനമാണ്, നീ താഴെ വെക്ക്. എന്തൊരു കനമാണ്, എന്തൊരു ഭാരമാണ്, നീ താഴെ വെക്ക്. അപ്പൊ ഈ കുഞ്ഞു പറയുന്നത്, ആന്റി ഇത് കനമല്ല, ഇതെന്റെ അനിയനാണ്, എന്റെ സ്വന്തം അനിയൻ. എപ്പൊ നമ്മൾ സ്വന്തം എന്ന് കരുതുന്നു പിന്നെ നമുക്ക് കനമില്ല, ഭാരമില്ല. കുടുംബജീവിതത്തിൽ എന്റെ ഭർത്താവിന്റെ കുറവ് എന്റെ കുറവാണ്, സ്വന്തമായിട്ട് എടുക്കുമ്പോൾ പിന്നെ അതിന് കനമില്ല. എന്റെ ഭാര്യയുടെ കുറവുകൾ സ്വന്തമായിട്ട് എടുക്കുമ്പോൾ പിന്നെ കനമില്ല. അപ്പൊ പിന്നെ അതിനെ സഹനമെന്നല്ല, സ്നേഹം എന്നാണ് വിളിക്കുക. ഇത്തരത്തിൽ സഹനങ്ങളെ സ്നേഹമാക്കുന്ന സമ്പന്നമായ കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. അപ്പോഴായിരിക്കും ഉണ്ണീശോയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുക. തീർച്ചയായിട്ടും അപ്പോഴായിരിക്കും ബദ്ലേഹേമിലേക്ക് പോയ ഔസേപ്പിതാവിനും മാതാവിനും ഒക്കെ കൂടുതൽ സന്തോഷം ഉണ്ടാകുക. അതുകൊണ്ട് ചോദിക്കാം ആയിരുന്ന ചോദ്യങ്ങൾ പോലും ചോദിക്കണ്ടെന്നൊക്കെ വെക്ക്. അതിനെയാണ് സ്നേഹം എന്ന് വിളിക്കുന്നത്. ആമേൻ.